ഹലോ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സാറ്റർഡേ ഫുഡ് പ്രിപ്പറേഷനാണ്. ഇന്നെനിക്ക് ഓഫാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് വീക്ക് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിയതുകൊണ്ട് ഈ വീക്ക് എനിക്ക് അധികം സാധനങ്ങൾ വാങ്ങേണ്ടി വന്നില്ല. ബ്രെഡും പാഡും അതുപോലെ ചിക്കൻ ഞാൻ പക്ഷേ എല്ലാ വീക്കും വാങ്ങും. ഇത് ഈ ഓറഞ്ച് ഉണ്ടല്ലോ, എനിക്ക് ഫ്രീ കിട്ടിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ സാധനങ്ങൾ ആഡ് ചെയ്തപ്പോൾ അതിൽ ഫ്രീ കണ്ടു. അപ്പോൾ ഞാൻ വെച്ച് ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ ആയിരിക്കും. 3 ഉണ്ട്. നല്ലതായിരുന്നു. പിന്നെ ഞാനിന്ന് ഉപ്പേരിക്ക് വേണ്ടി വാങ്ങിയതാണിത്. കുറച്ച് മുന്തിരിയും വാങ്ങി. ഇത് ഞാൻ എപ്പോഴും വാങ്ങുന്നത് 3 സെറ്റായിട്ടുള്ളത്, 3 കളറിലുള്ള മുന്തിരി. കഴിഞ്ഞ ആഴ്ച വാങ്ങിയ ഇല എനിക്ക് അത്ര ഇതായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് ഭയങ്കര തണുപ്പാണ് ഇവിടെ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് അതിൽ വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിങ്ങനെ ചീഞ്ഞ് പോയ പോലെയായി. പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഈ ആഴ്ച അതുപോലെ തന്നെ ഇത്രയൊരു പിടിക്ക് 9 രൂപ അങ്ങനെയാണ് വാങ്ങിയത്. പിന്നെ ഞാൻ വെച്ച് ഇപ്പം തന്നെ ഉപ്പേരി ഉണ്ടാക്കിയേക്കാം. ഉപ്പേരി തോരൻ എന്താ പറയുക അറിയില്ല, തേങ്ങ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ തോരനായിരിക്കും തോന്നുന്നു. പിന്നെ ഞാനിത് ഓരോരോ സെറ്റായി നന്നാക്കി കഴുകി അരിഞ്ഞു. ഇതും എല്ലാം ഞാൻ ഉണ്ടാക്കുന്നത് ആ ഒരൊറ്റ പാത്രത്തിലാണ്. ഉപ്പേരിക്ക് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ കടുക് ഇറക്കുമ്പോഴൊക്കെ ആ എണ്ണയൊന്ന് ചൂടായി കടുക് പൊട്ടിക്കിട്ടാനൊക്കെ നല്ല പാടാണ്. ആ പാത്രത്തിന് വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഓണാവില്ല. എനിക്കിങ്ങനത്തതാണ് എളുപ്പം. കാരണം നമുക്ക് അഥവാ ശ്രദ്ധ പോയാലും ചൂടായി കരിഞ്ഞു പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളുമല്ലോ. അതെനിക്കൊരു വലിയ ഉപകാരമാണ് ഇങ്ങനത്തെ പാത്രങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച നന്നാക്കി വെച്ചുള്ള ബാക്കി ഉണ്ടായിരുന്നു. അത് വളരെ ചെറിയ ഉള്ളിയാണ്, 4 ഉള്ളി എടുത്തിട്ടുള്ളൂ ഉപ്പേരിക്ക് വേണ്ടിയിട്ട്. 2 കൂടി എടുക്കാമായിരുന്നു. അത് കുറച്ച് കുറവാണ് ഉള്ളി. പക്ഷേ എന്നാലും കഴിഞ്ഞ ആഴ്ച പിന്നെ എനിക്കത് ഉപയോഗിക്കേണ്ടി വന്നില്ല. പിന്നെ ഞാനത് ഇതിങ്ങനെ നന്നാക്കി അരിഞ്ഞ് പുറത്ത് വെക്കരുത് എന്നൊക്കെയല്ലേ പറയുന്നത്. പക്ഷെ ഞാനത് അടച്ചൊന്നും വെച്ചില്ല. പിന്നെ പച്ചമുളക് എടുത്തു. പച്ചമുളകും കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ടോ, കടുക് ഇറക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കടുക് ഇട്ടു അതിൽ. എന്നിട്ട് ഞാൻ സ്പൂണും വെച്ചിട്ട് അടച്ച് നോക്കി കുറച്ച് വെയിറ്റ് സെറ്റാവാൻ. എന്നിട്ട് സെറ്റായില്ല. അപ്പോൾ ഞാൻ പിന്നെ കറിവേപ്പില ഇട്ടു. ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഒരു സൈഡിലേക്ക് ഇതിനൊരു ചരിവുണ്ട്. അപ്പോൾ എണ്ണ അവിടെ കൂടി കിടന്നോളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളി സൈഡിലേക്ക് വെച്ചാൽ കുറച്ച് വെയിറ്റ് ആവുമല്ലോ, അപ്പോൾ അത് ഓണാവും. അപ്പോൾ അങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കോളുമല്ലോ എന്ന്. അങ്ങനെ കുറച്ച് നേരം ഇതേപോലെ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ കടുക് പൊട്ടിയിട്ടോ. ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യുക. ഈ ഒരു പാത്രത്തിൽ അങ്ങനെയാണ്. പിന്നെ ഞാനത് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം ഇളക്കി ഒന്ന് വേവുന്നവർ ചെറുതായിട്ടൊന്ന് വാടിയതേ ഉള്ളൂ. പിന്നെ ഇലയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അത് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടു കേട്ടോ ശരിക്കും ഞാൻ. പിന്നെ ഇത് തേങ്ങയാണ്. ഇവിടെ ഞാനിങ്ങനെ ചിരകിയ തേങ്ങയാണ് ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ടുള്ള തേങ്ങ വാങ്ങാൻ കിട്ടും. അപ്പം അതുപോലെ പൊട്ടിച്ചെടുക്കും. ഇതൊന്ന് അടച്ചു വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അത് ശരിയായിക്കോളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മുറിച്ച് മുകളിലിട്ടത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ടു. എന്നിട്ട് ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് ഇപ്പം ഞാൻ തുറന്നപ്പോഴത്തേക്കും തന്നെ ശരിക്കും ഒന്ന് പൊടിയുന്നുണ്ടത്. ഒന്ന് ഇളക്കുമ്പോൾ തന്നെ ഇളക്കി യോജിപ്പിക്കുമ്പോൾ തന്നെ ശരിയാവുന്നുണ്ട്. വെളുത്തുള്ളി ഇടാൻ വിട്ടുപോയിരുന്നു. ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി ഞാൻ വാങ്ങിയത് ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അത് തന്നെ ഉപയോഗിച്ചാലേ അത് കളയണ്ടേ. ഇതിലെന്താണെന്നറിയോ, വെള്ളം ഇറങ്ങും. ഇങ്ങനത്തെ ഒരു പാത്രമല്ലേ, ശരിക്കും തോരൻ ഉണ്ടാക്കുന്ന തരം പാത്രമല്ലല്ലോ. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ഉപ്പിട്ടു. പക്ഷേ ഇത് കണ്ടോ, വെള്ളം ആവുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ സാധാരണ അത് തുറന്ന് വെച്ചിട്ട് ഇളക്കി ആ വെള്ളം വറ്റിച്ചല്ലേ എടുക്കുക. പക്ഷെ ഇതിൽ എത്ര നേരം തുറന്ന് വെച്ചാലും ആ വെള്ളം അങ്ങ് വറ്റി കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് നോക്കി. പക്ഷേ അത് ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് അങ്ങ് വിചാരിച്ച് അവസാനിപ്പിച്ചു. പിന്നെ പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ അടുത്ത കറി ഉണ്ടാക്കാൻ തുടങ്ങി. ചിക്കൻ കറി ഉണ്ടാക്കി. ഞാൻ ചിക്കൻ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, അത് കാരണം ഇവിടെയും അതേ പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ട് അടച്ച് വെച്ച് പാത്രം ഒന്ന് ചൂടാക്കിയതിന് ശേഷം എണ്ണ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് ചൂടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് അതൊന്ന് ഉരുകിയെടുത്ത് കിട്ടിയപ്പം 4 ഗ്രാമ്പൂ ഇട്ടു, പട്ട ഇട്ടു, അതേപോലെ പെരിഞ്ജീരകം ഇട്ടു. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. പിന്നെ ആ പാലക് തോരൻ റെഡിയായി. അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ സാലഡ് പോലെ ഉണ്ടാക്കി. പിന്നെ ക്യാരറ്റും കുക്കുംബറും ബീട്രൂട്ടും എല്ലാം കൂടി ചേർത്ത് സാറ്റർഡേ. പിന്നെ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി ഞാൻ ഇതിനും കൂടി അരിഞ്ഞായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ അടച്ച് വെക്കേണ്ട, കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാടി കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ അടയ്ക്കുന്നില്ല, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും ഉള്ളിയുടെ. ഇതിലങ്ങനെയാണ്. പിന്നെ നന്നായി ഇളക്കി. അത് കഴിഞ്ഞ് പച്ചമുളക് ഇട്ടു. പച്ചമുളകും കുറച്ച് നന്നായിട്ടിട്ടു. കാരണം ഞാനിതിലധികം മുളക് പൊടി ഉപയോഗിക്കില്ല.
പിന്നെ പച്ചമുളക് തന്നെയാണ് ഇടുന്നത്. പിന്നെ കറിവേപ്പിലയും അതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതാണ്, ഇത്തവണ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 ആഴ്ചയുടെ മുകളിൽ 3 ആഴ്ചയ്ക്കൊക്കെ നിൽക്കും 10 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആകെ രാത്രി മാത്രമല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ശനിയും ഞായറും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അത് നന്നായി ഒന്ന് ഇളക്കി അത് നല്ലപോലെ ആ പച്ച മണമൊന്ന് മാറുന്നവരെ 2 സ്പൂണൊക്കെയാണ് ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ. ഇതെൻ്റെ മഞ്ഞളിൻ്റെ സ്പൂണാണ്. ഈ സ്പൂണിൽ 2 സ്പൂണ് മഞ്ഞൾ ഞാൻ ഇടും. പിന്നെ ഞാൻ ഗരം മസാല ശരിക്കും ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ടീസ്പൂണല്ല, ടീസ്പൂണിൽ 1 സ്പൂണാണ് ഇടുന്നത്. ഇത് മല്ലിപ്പൊടി പക്ഷേ 3 സ്പൂൺ ഇടും. 3 സ്പൂണ് നല്ലപോലെ നിറച്ച് 3 സ്പൂൺ ഇടും. 3 ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. പിന്നെ ചിക്കൻ മസാല അതേപോലെ 4 സ്പൂൺ നിറച്ചെടുത്തിട്ടാണ് ഇടുന്നത്. ചിക്കൻ മസാല 4 സ്പൂൺ. 1/2 കിലോ ചിക്കനില്ല, 450 ഗ്രാമാണ് അതിൽ വരുന്നത്. പിന്നെ ഞാൻ തക്കാളി അരച്ച് ചേർക്കുക ചെയ്യുന്നത്. ഇനി അത് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് അത് നന്നായിട്ട് ആ അരച്ച തക്കാളി വേവുന്നവരെ അതേപോലെ മൂടി വെച്ചു. പിന്നെ അതൊന്ന് നന്നായിട്ട് അതിൽ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് പിന്നെ ഞാനത് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് ഇനി ചിക്കൻ ഇടുന്നത്. ഇളക്കി നോക്കുമ്പം ഇതിൽ ഓഫായി പോകും. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് അടിയിലേക്ക് പിടിച്ചു തുടങ്ങിയാൽ അപ്പോൾ ഇത് ഓഫാവും. അപ്പോൾ തന്നെ പിന്നെ അത് ചിക്കൻ ഇട്ട് കൊടുക്കണം, വെയിറ്റ് വരണം, എന്നാലാണ് ഇത് ഓണാവുള്ളൂ. പിന്നെ ഞാൻ ചിക്കൻ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി ഉപ്പിടണം. ഉപ്പും എനിക്ക് ഒരേ സ്പൂണാണ്, ഉപ്പിനൊക്കെ ആ ഒരു സ്പൂണിലാണ് എൻ്റെ അളവുകളൊക്കെ. ഇങ്ങനെ ഞാൻ നിരത്തി വിതറി ഇട്ട് കൊടുക്കുക ചെയ്യുക. ഇത് 2 സ്പൂൺ ശരിക്കും നിറച്ച് വേണം. ഇതുപോലെയുള്ള സ്പൂണിൽ 2 സ്പൂൺ നിറച്ചും മതി. ഞാൻ മുക്കിയെടുത്ത് 2 സ്പൂൺ നന്നായിട്ട് വേണം. ഇനി ഞാൻ ഇടുന്നുണ്ട്, അപ്പോൾ അത് 2 പ്രാവശ്യം ഇട്ടാൽ മതി പക്ഷേ അതിൽ. എന്നിട്ട് പിന്നെ നന്നായി ഇളക്കി ചേർത്തു. പിന്നെ ഞാനത് കുറച്ച് നേരം ഒന്ന് ചൂട് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഈ ചിക്കൻ കറി ഞാൻ എല്ലാ ആഴ്ചയും ഉണ്ടാക്കുന്നതാണ്. ചിക്കൻ എല്ലാ ആഴ്ചയും വെക്കുന്ന കാരണം ഒരേ ചിക്കൻ കറി തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് വെക്കാറ്. കൂടെ ആരും ഇല്ലാത്തത് കാരണം ആർക്കും ബുദ്ധിമുട്ടില്ല. അതിൽ ഞാൻ തന്നെയല്ലേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊന്ന് നന്നായി ഇളക്കി നല്ല പോലെ ചെറുതായി ഒന്ന് വെന്ത് തുടങ്ങി. അടി പിടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വെള്ളം ഒഴിക്കുകയുള്ളൂ. ആദ്യമേ തന്നെ വെള്ളം ഒഴിക്കില്ല, നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുകയുള്ളൂ. പിന്നെ നെകക്കെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മൂടി വയ്ക്കുമ്പോൾ വെള്ളം കൂടി വരും. 20-25 മിനിറ്റ് അത്രയും. ഇത് കുക്കറല്ലല്ലോ, അപ്പോൾ ഇതിൽ 25 മിനിറ്റിന് മുകളിൽ 30 മിനിറ്റ് എന്തായാലും വേണം. അത്രയും ആകുമ്പോഴേ ഇത് വേവുള്ളൂ. പക്ഷേ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, കാരണം ഇതിന് ഓരോ സൈഡിലേക്ക് സ്ലോപ്പ് ഉണ്ട് ആ പാത്രത്തിൻ്റെ ബോട്ടത്തിന്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായാലും ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇളക്കണം. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. പിന്നെ ആ പാലക് ചീര തോരൻ റെഡിയായി. അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ സാലഡ് പോലെ ഉണ്ടാക്കി. പിന്നെ എല്ലാം കൂടി ചേർത്ത് സാറ്റർഡേത്തെ ലഞ്ച് കുശാലാവും. അങ്ങനെ എല്ലാം സെറ്റ്. താങ്ക് യു.